നമസ്കാരം, രുചികെട്ട ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് തൊടിയിൽ നിന്ന് വലിയൊരു ചക്ക പറിക്കാൻ പറ്റി. അപ്പോൾ വിചാരിച്ചു കുറച്ച് ചോളയൊക്കെ ഇരിഞ്ഞിട്ട് ചക്ക വറുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. വലിയ ചക്ക കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് ഭാഗം എടുത്ത് ചോളയൊക്കെ ഇരിഞ്ഞ് കട്ട് ചെയ്യാണ്. അപ്പോൾ ചക്ക വറുക്കുന്ന സമയത്ത് ഇങ്ങനെ നീളത്തിലാണ് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഇതാ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ഈ ഒരു അളവൊന്നും പറയുന്നില്ല. നമുക്ക് എത്രയാണ്, അതായത് കുറേ ദിവസത്തേക്ക് വേണമെങ്കിൽ അത്രയൊക്കെ ചെയ്യാമല്ലോ. എന്തായാലും ഒരു പണി ചെയ്യാമല്ലോ. അപ്പോൾ കുറേ വേണമെങ്കിൽ കുറേ എടുത്ത് വറുക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ എന്തായാലും ഇത്ര എടുത്തിട്ട് ആണ് വറുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ ചക്ക വറുത്തെടുത്തതിൻ്റെ കളർ ഒരു മഞ്ഞ കളറായതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല, കുറച്ചെടുത്താൽ മതി. ഒരുപാടായിട്ട് ആ മഞ്ഞളുടെ ടേസ്റ്റ് ഒന്നും വരണ്ട. ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാണ് കേട്ടോ. പിന്നെ നമുക്ക് ചക്ക വറുത്തതിന് ഉപ്പ് ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പ് വെള്ളത്തിലാക്കിയിട്ടോ മറ്റോ ഒന്ന് ചെറുതായിട്ടൊന്ന് തളിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഞാനിപ്പോൾ അങ്ങനെയല്ല ചെയ്യുന്നത്. എന്താ ചെയ്യുന്നതെന്നുള്ളത് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഉപ്പിൻ്റെ ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം എടുത്ത് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി ഇവിടെ വെക്കുകയാണ്. ഇതെപ്പോഴാണ് ഉപയോഗിക്കുന്നത് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ചക്ക വറുത്തെടുക്കാൻ പോവുകയാണ്. അതിന് വേണ്ടി ഒരു വലിയ പാൻ എടുത്ത് നിറയെ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇത് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഏതാണ്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ലോ ഫ്ലെയിമിലിട്ടാണ് വറുത്തെടുക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ചക്ക കട്ട് ചെയ്ത് വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് കാണുമ്പോൾ ഏതാണ്ടായി വന്നിട്ടുണ്ടെന്ന് തോന്നുന്ന ആ ഒരു പരുവത്തിലാവുമ്പോൾ, അതായത് ഒന്ന് വറുത്ത് വന്ന ഒരു പരുവത്തിലാവുമ്പോൾ നമ്മൾ നേരത്തെ ഉപ്പ് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിലെ ആ ഒരു വെള്ളം ഒരു ചെറിയ സ്പൂണിലാക്കിയിട്ട് ഒന്ന് തളിച്ചു കൊടുക്കുക കേട്ടോ. കൈവച്ചായാലും കുഴപ്പമില്ല, ഒന്ന് തളിച്ചു കൊടുത്താൽ മതി. അപ്പോൾ എണ്ണയിലായിട്ട് ഉപ്പ് ഈ ചക്കയിൽ പിടിച്ചോളൂ കേട്ടോ. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ ഒന്ന് തവി വെച്ചിട്ടോ മറ്റൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്കിത് കുറച്ച് കഴിയുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തോന്നും. അതായത് നമ്മൾ തവി കൊണ്ട് തൊടുമ്പോഴൊക്കെ ഇങ്ങനെ ഭയങ്കര ശബ്ദം കേട്ടിട്ടൊക്കെ തോന്നും. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ അത്ര ക്രിസ്പി ആവണമെന്നില്ല. അതുകൊണ്ട് തന്നെ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 8 മുതൽ 10 മിനിറ്റോളം തന്നെ വറുത്തെടുക്കണം. അപ്പോൾ തീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. പുറം ഭാഗം കരിയാനും പാടില്ല. ആ ഒരു വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യുക. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ പുറത്ത് നല്ല ക്രിസ്പി ആയിരിക്കും, പക്ഷേ വല്ലാണ്ട് അങ്ങ് സോഫ്റ്റ് ആയി പോകും. കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ സോഫ്റ്റ് ആയി പോകും. അപ്പോൾ കുറച്ച് ദിവസം പ്രിസർവ് ചെയ്ത് വെക്കാനൊക്കെ ആണെങ്കിൽ നല്ലോണം ഒന്ന് മൊരിച്ചെടുക്കാം കേട്ടോ. കുറച്ച് സമയം എടുത്തിട്ട് തന്നെ വറുത്തെടുക്കാം. അപ്പോൾ ഇതേതാണ്ട് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് വറുത്ത് കോരി വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ. ഇതുപോലെ നമ്മൾ മുറിച്ചിട്ട എല്ലാ ചക്കയും നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചക്ക വറുത്തത് ഇവിടെ റെഡി ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് ദിവസത്തേക്ക് സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കുപ്പിയോ മറ്റോ എടുത്തിട്ട് അതിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി. കുറേ ദിവസം നിൽക്കും. അപ്പോൾ എന്തായാലും ചക്കയുടെ സീസണൊക്കെയാണ്, എല്ലാവർക്കും ചക്കയൊക്കെ കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.